എസ്രാ അധ്യായം 7. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഒരു ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അതിൻ്റെ ശേഷം പാർസി രാജാവായ അർത്തഹശ്ശിൻ്റെ വാഴ്ചക്കാലത്ത് എസ്രാ ബാബേലിൽ നിന്ന് വന്നു. അവൻ സെരയായുടെ മകൻ, അവൻ നസര്യായുടെ മകൻ, അവൻ ഹില്ക്കിയായുടെ മകൻ, അവൻ ശല്ലൂമിൻ്റെ മകൻ, അവൻ സാദോക്കിൻ്റെ മകൻ, അവൻ അഹീത്തൂബിൻ്റെ മകൻ, അവൻ അമര്യാവിൻ്റെ മകൻ, അവൻ അസര്യായുടെ മകൻ, അവൻ മെരായോത്തിൻ്റെ മകൻ, അവൻ സരഹ്യായുടെ മകൻ, അവൻ ഉസിയുടെ മകൻ, അവൻ ബുക്കിയുടെ മകൻ, അവൻ അബ്ഷൂബയുടെ മകൻ, അവൻ ഹിനേഹാസിൻ്റെ മകൻ, അവൻ ഏലിയാസാരിൻ്റെ മകൻ, അവൻ പുരോഹിതനായ അഹരോൻ്റെ മകൻ. പ്രവാസത്തിൽ ബാബേലിൽ നിന്ന് വന്നവരുടെ തലവനായിരുന്നു ഈ എസ്രാ. പ്രവാസത്തിൽ ബാബേലിൽ നിന്ന് വന്നവരുടെ തലവനായിരുന്നു ഈ എസ്രാ. എസ്രാ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണപ്രകാരം അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുവാൻ രാജാവ് അവന് അനുമതി നൽകി. അവനോടുകൂടെ ഇസ്രായേൽ മക്കളിലും പുരോഹിതന്മാരിലും ശുശ്രൂഷകരായ ലേവ്യരിലും വാതിൽ കാവൽക്കാരിലും ദൈവാലയദാസന്മാരിലും ചിലർ അർത്തഹശ്ത് രാജാവിൻ്റെ 7-ാം ആണ്ടിൽ യെരൂശലേമിൽ വന്നു. 5-ാം മാസത്തിലായിരുന്നു അവൻ യെരൂശലേമിൽ വന്നത്. അത് രാജാവിൻ്റെ 7-ാം ആണ്ടായിരുന്നു. 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തൻ്റെ ദൈവത്തിൻ്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അവൻ 5-ാം മാസം 1-ാം തീയതി യെരൂശലേമിലെത്തി. ദൈവത്തിൻ്റെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിക്കുവാനും എസ്രാ പരിശ്രമിച്ചു. ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വാക്യങ്ങളിൽ വിദഗ്ധ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് അർത്തഹശ്ത് രാജാവ് കൊടുത്ത എഴുത്തിൻ്റെ പകർപ്പ് രാജാതിരാജാവായ അർത്തഹശ്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് എഴുതുന്നത്. നിനക്ക് സമാധാനം. നമ്മുടെ രാജ്യത്തുള്ള ഇസ്രായേൽ ജനത്തിലും അവൻ്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടി പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. നിന്റെ കൈവശം ഇട്ടിരിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണപ്രകാരം യഹൂദയിലെയും യെരൂശലേമിലെയും കാര്യം അന്വേഷിപ്പാനും രാജാവാകുന്ന ഞാൻ സ്വമനസ്സാ യെരൂശലേമിൽ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും ബാബേൽ രാജ്യത്ത് നിന്നെല്ലാം നിനക്ക് ലഭിക്കുന്ന വെള്ളിയും പൊന്നും എല്ലാം കൊണ്ടുപോകുവാനും യെരൂശലേമിലുള്ള ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നിന്നോടുകൂടെ പോരുവാൻ ആഗ്രഹിക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നിന്നോടുകൂടെ പോരുവാനും ഞാനും എൻ്റെ മന്ത്രിമാരും നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നീ ഉത്സാഹപൂർവം ആ ദ്രവ്യം കൊണ്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കുഞ്ഞാടുകളെയും വേണ്ടുന്ന ഭോജനയാഗങ്ങളെയും പാനീയയാഗങ്ങളെയും മേടിച്ച് യെരൂശലേമിലുള്ള നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ യാഗപീഠത്തിൽ അർപ്പിക്കണം. ശേഷിച്ച വെള്ളിയും പൊന്നും കൊണ്ട് നിനക്കും നിന്റെ സഹോദരന്മാർക്കും യുക്തമെന്ന് തോന്നുന്നത് പോലെ നിങ്ങളുടെ ദൈവത്തിന് പ്രസാദമായത് ചെയ്തു കൊള്ളുവിൻ. നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിന്റെ കൈവശം തന്നിരിക്കുന്ന ഉപകരണങ്ങളും നീ യെരൂശലേമിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിന് പിന്നെയും
ആവശ്യമുള്ളവ നീ രാജാവിന്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുത്തു കൊള്ളണം. രാജാവായ നാം നദിക്കക്കരെയുള്ള സകല ഭണ്ഡാര വിചാരകന്മാർക്കും കൽപ്പന കൊടുത്തതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതെല്ലാം 100 താലന്ത് വെള്ളിയും 100 കോർ കോതമ്പും 100 ബത്ത് എണ്ണയും ഉപ്പും വേണ്ടുപോലെയും കൃത്യമായി കൊടുക്കണം. രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രാജ്യത്ത് ക്രോധം വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലയത്തിന് അവകാശമുള്ളതെല്ലാം കൃത്യമായി ചെയ്യണം. പുരോഹിതന്മാർ, ലേവ്യർ, സംഗീതക്കാർ, വാതിൽ കാവൽക്കാർ, ദൈവാലയദാസന്മാർ എന്നിവരോടും ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ സൂക്ഷിക്കുന്ന യാതൊരുത്തനോടും ഒന്നും പറയുവാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നും നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. നീയോ എസ്രായേ, നിനക്ക് നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കക്കരെയുള്ള സർവ്വജനത്തിനും നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളെ ന്യായാധിപന്മാരെ നിയമിക്കണം. അറിയാത്തവർക്ക് നിങ്ങൾ അവ ഉപദേശിച്ചു കൊടുക്കണം. എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും രാജാവിൻ്റെ പ്രമാണവും അനുസരിക്കാത്ത ഏവനെയും ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ചു മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാകുന്നു. യെരൂശലേമിലെ ദൈവാലയത്തെ അലങ്കരിക്കേണ്ടതിന് ഇങ്ങനെ രാജാവിന് അഭിപ്രായമുളവാക്കുകയും രാജാവിൻ്റെയും മന്ത്രിമാരുടെയും രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടായിരുന്നതിനാൽ ഞാൻ ശക്തിപ്പെട്ടു. എന്നോടുകൂടി പോരുവാൻ ഇസ്രായേലിലെ ചില തലവന്മാരെ തിരഞ്ഞെടുത്തു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.